നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സാന്റ തീം കേക്കാണ്. ഇതിൻ്റെ സ്പോഞ്ച് ചെയ്തിരിക്കുന്നത് റെഡ് വെൽവെറ്റ് ആണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. പിന്നെ ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ കണ്ടു നോക്കാം. കേക്കിന് വേണ്ടി ആദ്യം തന്നെ ബട്ടർമിൽക്ക് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും അത് ബട്ടർമിൽക്കായിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ക്ലീൻ ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 വട്ടം അരിച്ചെടുത്തിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ 3 വട്ടം അരിച്ചെടുക്കുമ്പോൾ ഈ പൊടികളെല്ലാം ഒരുപോലെ മിക്സ് ആവാനും അതുപോലെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ചി ആയിട്ട് കിട്ടാനും സഹായിക്കും. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ടും ഇട്ട് ബട്ടറുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. അത് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അടുത്ത മുട്ടയും ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ട നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ചെറിയ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എണ്ണമയം തെളിഞ്ഞ് നിൽക്കാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ബട്ടർ മിൽക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ട ഇട്ടുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ സാരില്ല, ഇത് മുഴുവനായിട്ടും ഇട്ട് യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടും. ഒരുപാട് കുത്തി ഉടച്ച് മിക്സ് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മൈദയുടെ കൂട്ട് മുഴുവനായിട്ടും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ബീറ്റർ ഉപയോഗിച്ച് 10 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് കളറാണ്. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡാണ് എടുത്തിരിക്കുന്നത്. അതൊരു 8 തുള്ളിയോളം ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് കളർ പോരാകെ ഒന്നുണ്ടെങ്കിൽ 1-2 തുള്ളി കൂടി ഇട്ടിച്ചു കൊടുത്താൽ മതിയാകും. ഇതിപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം താഴെയും സൈഡിലെല്ലാം ബട്ടർ പേപ്പറെല്ലാം വെച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം.
ഇതൊരു 10 മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി 35 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുത്ത് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്യൂർ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയിട്ട് വരണം. അതിനുശേഷം മാത്രമേ ഇത് മുറിക്കാനോ ഐസിങ് ചെയ്യാനോ പാടുള്ളൂ. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബീറ്ററിൻ്റെ ബ്ലേഡും പാത്രവും ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈർപ്പം ഒന്ന് ഒപ്പിക്കളഞ്ഞ ശേഷം അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സാന്റ തീമിൽ ചെയ്യുന്നത് കൊണ്ട് കുറച്ചധികം ക്രീം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിനി ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി നല്ല സ്റ്റിഫ് പീക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മേലെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യാം. 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച ശേഷം അതൊന്ന് ചൂടാറിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായി തണുപ്പിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. തേർഡ് ലെയർ കേക്കും വെച്ച് കൊടുത്ത ശേഷം ഇത് മുഴുവനായിട്ടും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് വേറെ ബൗളിലേക്ക് എടുക്കാം. നമ്മൾ സാൻഡേർഡ് തീമിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമിലേക്ക് 2 തുള്ളി സൂപ്പർ റെഡ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കിൽ സാൻഡേർഡ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ക്രീം വെച്ചിട്ട് ഈ താഴത്തെ ഭാഗം, താടിയുടെ ഭാഗം ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ആ സെയിം ഡിസൈൻ തന്നെ താഴേക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തൊപ്പിയുടെ ഭാഗത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് കളറിലെ ക്രീം നോസിലേക്ക് ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റാർ നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സെയിം ഡിസൈൻ തന്നെ താഴെ ഭാഗത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇനി ഫില്ലാവാത്ത ഭാഗമെല്ലാം സെയിം ക്രീം വെച്ചിട്ട് തന്നെ ഫിൽ ചെയ്തെടുക്കാം. ഇനി 2 ലെയർ വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം സാൻഡയുടെ പുരികം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതൊന്ന് ഇതുപോലെ ഇറ്റിച്ചു കൊടുക്കാം. മൂക്ക് വേണ്ടിയിട്ടും സെയിം ക്രീം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തൊപ്പിയുടെ സൈഡിൽ കാണുന്ന ആ ഒരു പോർഷനും ഇതുപോലെ ഒന്ന് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാന്റ തീമിലുള്ള ഈ റെഡ് വെൽവെറ്റ് കേക്ക് പൂർണ്ണമായിട്ടും ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.